ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ചിത്രം കണ്ടുകൊണ്ടൊന്ന് തുടങ്ങാം. ഇത് നിങ്ങൾക്കറിയാം, ലോകപ്രശസ്തമായ ട്വിൻ ടവേഴ്സാണ്. പെട്രോണാസ് ട്വിൻ ടവർ സിറ്റുവേറ്റഡ് ഇൻ കോലാലംപൂർ ഓഫ് മലേഷ്യ. അത്ഭുതം, നമ്മൾ സൂപ്പർ എന്ന് പറയുന്ന ചില കാര്യങ്ങളാണ് ലോകാത്ഭുതങ്ങളെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സാധാരണയിൽ കവിഞ്ഞ അസാധാരണത്വം ഉള്ള എന്തിനേയും നമ്മൾ സൂപ്പർ, എബവ് നോർമൽ എന്നുള്ള അർത്ഥത്തിൽ പറയും അല്ലേ. അപ്പോൾ കെമിസ്ട്രിയിലും ഇതുപോലെ ചില സൂപ്പർ എന്ന് പറയുന്ന സംഗതികളുണ്ട്. അതെന്താണെന്ന് നോക്കാം. അത് നിങ്ങളുടെ സിലബസിൽ ഈ പേരിലാണ് അറിയപ്പെടുന്നത്: സൂപ്പർ മോളിക്യൂൾസ് ആൻഡ് സൂപ്രാ മോളിക്കുലാർ കെമിസ്ട്രി. സൂപ്പർ മോളിക്യൂൾസ് ആൻഡ് സൂപ്രാ മോളിക്കുലാർ കെമിസ്ട്രി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നോക്കാം. ഇവിടെ ഈ ഫിഗർ ഒന്ന് നോക്കുക നിങ്ങൾ. ഇവിടെ നമുക്ക് രണ്ട് മോളിക്കുളാണെങ്കിലും അതിൻ്റെ ഒരു സ്ട്രക്ചറായിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു വി ഷേപ്ഡ്, അതുപോലെ ഇവിടെ ഒരു സി പോലെ, ഒരു പെർഫെക്റ്റ് സി അല്ല, എന്നാലും ഈ രണ്ട് ഷേപ്പിലുള്ള രണ്ട് മോളിക്യൂൾസ്. ഈ ഫസ്റ്റ് മോളിക്യൂളിനെ നമ്മൾ എ എന്ന് വിളിക്കുന്നു, സെക്കൻഡ് മോളിക്യൂളിനെ ബി എന്ന് വിളിക്കും. അപ്പോൾ ഈ എയും ബിയും തമ്മിൽ കോവലൻ്റ് ബോണ്ടിങ്ങിന് സാധ്യതയുണ്ടെങ്കിൽ, ഇലക്ട്രോൺ ഷെയറിങ് വഴി ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ, ഇവിടെ വരച്ചപ്പോൾ ഒരു ചിലപ്പം ചരിവ് വന്നതേ ഉള്ളൂ, എന്നാലും ഇതൊരു കോവലൻ്റ് ബോണ്ട്, എ ആൻഡ് ബി കോവലൻ്റ്ലി ബോണ്ടഡ്. സോ ദിസ് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ലീഡ്സ് ടു അവർ യൂഷ്വൽ മോളിക്കുലാർ കെമിസ്ട്രി. നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രി എല്ലാം ഇത്തരത്തിലുള്ള ബോണ്ടിങ് ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ മോളിക്യൂൾ, ഈ കോവലൻ്റ് സ്റ്റേബിൾ മോളിക്യൂൾ, അതിന് ചില പോക്കറ്റ്സ് ഉണ്ട് അല്ലേ. പോക്കറ്റ്സ്, ഇതിന് ഷേപ്പും ഉണ്ട്, അതിന് ചില ക്യാവിറ്റീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ സൈറ്റുകളുണ്ട്. അവിടേക്ക് നമ്മൾ ചില മോളിക്യൂൾസ്, അങ്ങനെ പ്രത്യേക ഷേപ്പിലുള്ള ചില മോളിക്യൂൾസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മീഡിയത്തിൽ ഈ മോളിക്യൂൾ ഉണ്ടായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ, ഓരോ മോളിക്യൂളും അതിൻ്റെ ജോമെട്രി, അതിൻ്റെ ഷേപ്പ് അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെറിക് ഫാക്ടേഴ്സ്, അതായത് അത് റിപ്പൾഷനൊക്കെ കുറഞ്ഞു വരുന്ന രീതിയിൽ, അതായത് എവിടെയെങ്കിലും വന്നൊന്ന് ലൊക്കേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ അതിനൊരു സ്റ്റെബിലൈസേഷൻ കിട്ടണം. ആ രീതിയിൽ വന്ന് ഈ മോളിക്യൂൾ ഏതെങ്കിലും സ്യൂട്ടബിളായിട്ടുള്ളൊരു സൈറ്റ് അല്ലെങ്കിൽ ഒരു ക്യാവിറ്റി ചൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് നാച്ചുറലി ഈ രണ്ട് ഷേപ്പിൽ നിന്ന് അറിയാം, ദിസ് വൺ ഗോസ് ടു ദിസ് ക്യാവിറ്റി ആൻഡ് ദിസ് ട്രയാങ്കുലർ സ്പീഷീസ് പ്രിഫർ ദിസ് ക്യാവിറ്റി അല്ലേ. അപ്പോൾ ഇവിടെ ആ ട്രയാങ്കുലർ സ്പീഷീസ് വന്നിട്ട് ഇവിടെ ഫില്ലാവും, മറ്റേത് വന്നിട്ട് ഇവിടെ ഫില്ലാവും. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു അസോസിയേഷൻ കിട്ടുന്നു. അപ്പോൾ ഇവിടെ ശരിക്ക് ഒരു കോവലൻ്റ് ബോണ്ടൊന്നും ഫോം ചെയ്യുന്നില്ല. ജസ്റ്റ് സിറ്റിംഗ് ഓഫ് എ ഫോറിൻ സ്പീഷീസ് ഓൺ ദ സ്യൂട്ടബിൾ cavity or site of the host molecule. So this molecule is known as the host, and these molecules are here guest. അപ്പം ഇങ്ങനെ ഒരു ഹോസ്റ്റ് ഗസ്റ്റ് റിലേഷൻഷിപ്പ്, ഹോസ്റ്റിനെ നമുക്ക് വേണമെങ്കിൽ റിസപ്റ്റർ എന്ന് വിളിക്കാം. റിസപ്റ്റർ, ഓക്കെ. റിസപ്റ്ററിന് മെൻഷൻ ചെയ്യാനായിട്ട്, ഡിനോട്ട് ചെയ്യാനായിട്ട് റിസപ്റ്റർ ആൻഡ് റോ എന്ന ലെറ്റർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഈ ഗസ്റ്റ് ആക്ച്വലി നമ്മൾ അതിനൊരു പേര് പറയും സബ്സ്ട്രേറ്റ് മോളിക്യൂൾ എന്ന് പറയും. അപ്പോൾ സബ്സ്ട്രേറ്റിൻ്റെ എസ് സ്റ്റാൻഡ്സ് ഫോർ സിഗ്മ. അപ്പോൾ ഒരു റോ സിഗ്മ അസോസിയേഷൻ അല്ലെങ്കിൽ ഹോസ്റ്റ് ഗസ്റ്റ് അസോസിയേഷൻ എന്നാണ് ഈ സൂപ്രാ മോളിക്യൂൾസിനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സൂപ്രാ മോളിക്യൂൾസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മോളിക്യൂള്, അതുപോലെ 2 മോളിക്യൂൾ, അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു 8 മോളിക്യൂൾ വരെ നമുക്കിങ്ങനെ അസോസിയേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇതിനെ ഒളിഗോ മോളിക്യൂൾസ് എന്നാണ് പറയുന്നത്. ഒളിഗോ സാക്രൈഡ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒളിഗോ മോളിക്യൂൾസ്, ഒരു 2 to 8 മോളിക്യൂൾസ് ഒക്കെ വന്നാൽ കുറച്ചുകൂടെ, അതായത് നമ്മൾ അവിടെ എടുത്ത സ്റ്റാർട്ടിങ് മോളിക്യൂളിനേക്കാളും കുറച്ചുകൂടെ ഒരു ബിഗ്ഗർ സൈസ്, പക്ഷേ അതൊരു സെപ്പറേറ്റ് എൻറ്റൈറ്റിയാണ്. ഓരോരോ ഡിസ്റ്റിങ്ഷ്ഡ് മോളിക്യൂളാണ്, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് മോളിക്യൂൾസാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ സൂപ്പർ മോളിക്യൂൾസ് എന്ന് പറയും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് വാട്ടർ മോളിക്യൂൾ എടുക്കാം. HOH, ഇതാണ് വാട്ടർ മോളിക്യൂൾ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഓക്സിജൻ പാർഷ്യലി നെഗറ്റീവാണ്,
ഹൈഡ്രജൻ പാർഷ്യലി പോസിറ്റീവ് ചാർജ്, 2 ഹൈഡ്രജനും പോസിറ്റീവ് ചാർജസ് വരും. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ഒരു മോളിക്യൂള് അതും ഒരു വാട്ടർ മോളിക്യൂൾ എടുക്കുന്നു, അവിടെയും എച്ച് ഇതുപോലെ ചാർജ് ഉള്ളതാണ്. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹൈഡ്രജൻ ഈ നെഗറ്റീവ്ലി ചാർജ് ഓക്സിജനുമായിട്ടൊരു അസോസിയേഷൻ, അതുപോലെ ഇവിടെ ഒരു അസോസിയേഷൻ, പിന്നെ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പോൾ ഈ 2 മോളിക്യൂൾ മാത്രം അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് എ ഡൈമർ ഹിയർ. അപ്പോൾ ഇതിനെ നമുക്കൊരു സൂപ്പർ മോളിക്യൂൾ എന്ന് വിളിക്കാം. അതായത് ഇതൊരു നോർമൽ മോളിക്യൂളാണ്, ഇത് ഒരു നോർമൽ മോളിക്യൂളാണ്. ഈ 2 നോർമൽ മോളിക്യൂൾസിൻ്റെ ഒരു അസോസിയേഷൻ. ഇവിടെ ഈ അസോസിയേഷന് കാരണമെന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള എൻറ്റൈറ്റീസിനെയാണ് നമ്മൾ സൂപ്പർ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾ പഠിച്ച ക്രൗൺ ഈതേഴ്സ്. ഈ ക്രൗൺ ഈതേഴ്സിൽ നിങ്ങൾ കണ്ടു, ദിസ് ഈസ് 12 ക്രൗൺ 4. അതായത് ഒരു 12 സെൻറ്ററുള്ള ഒരു ക്രൗണാണ്, അതിൽ 4 എണ്ണം ഓക്സിജനാണ്. ടോട്ടൽ എണ്ണി നോക്കിയാൽ നമ്മളിത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ക്രൗൺ ഈതേഴ്സ്. അങ്ങനെ എല്ലാ ഓക്സിജൻ ഉൾപ്പെടെയുള്ള ടോട്ടൽ ആറ്റം കൗണ്ട് ചെയ്താൽ അവിടെ 12 ആറ്റം ഉണ്ടായിരിക്കും. ഒരു റിങ്സ്, ഒരു ക്രൗൺ സ്ട്രക്ചർ വരുന്നുണ്ട്, അതിൽ 4 എണ്ണം ഓക്സിജൻ. അപ്പോൾ 12 ക്രൗൺ 4 എന്നാണ് ഈ ഈതറിനെ നമ്മൾ പറയുക. ഈ കേസിൽ 18 ക്രൗൺ 6 എന്നാണ്. അപ്പോൾ ഈ 2 എണ്ണം നമ്മളൊന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഹോസ്റ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി ഹോസ്റ്റ്. അപ്പോൾ ഇവിടെ ഗസ്റ്റ് വേണം അല്ലേ. ഗസ്റ്റായിട്ട് നമുക്കിവിടെ വരുന്നത് ആൽക്കലി മെറ്റൽ അയോൺസ് ആണ്. ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം പോലുള്ള അയോൺസ് ആണ്. അപ്പം നമ്മൾ ഈ ഈതറിൻ്റെ സൈസ് നോക്കുമ്പോൾ, ക്രൗൺ ഈതറിൻ്റെ സൈസ് നോക്കുമ്പം ഏത് അയോണിനെയാണ് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, അത് അതിൻ്റെ ഇലക്ട്രോണിക് അറ്റ്മോസ്ഫിയർ നോക്കണം, അതിൻ്റെ ബൈൻഡിങ് എങ്ങനെയാണെന്ന് നോക്കണം, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെറിക് ഫാക്ടർ നോക്കണം. അതായത് ഇങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞാൽ വളരെ സ്റ്റേബിളായിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കണം. ആ സിറ്റിംഗ് അയോൺ ഷുഡ് ബി വെരി കംഫർട്ടബിൾ. അത് വന്നിരിക്കുന്ന അയോൺ നല്ല സുഖകരമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ ഇതൊരു സൂപ്പർ മോളിക്യൂളിലേക്ക് ലീഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സെലക്ഷൻ ഉണ്ട് അല്ലേ, ഒരു സെലക്റ്റീവ് അസോസിയേഷനാണ്. എല്ലാ ക്രൗണിനും എല്ലാ അയോണിനെയും ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഒരു സൊല്യൂഷനിലേക്ക്, പലതരം അയോൺസുള്ള ഒരു സൊല്യൂഷനിലേക്ക് ഏത് ക്രൗൺ ഈതറാണോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അപ്പോൾ ആ ക്രൗൺ ഈതറിന് ഒരു മോളിക്കുലർ റെക്കഗ്നിഷൻ അവിടെ നടക്കും. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റൽ അയോണിനെ അത് ഇവിടെ ഹോൾഡ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ മോളിക്കുലർ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിൽ ഏത് മോളിക്യൂൾസാണ്, ഏത് അയോൺസാണ്. ഈ ക്രൗൺ ഈതറിന് ഇന്ന അയോണിനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ അയോൺ അവിടെ ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഈ 12 ക്രൗൺ 4 എന്ന് പറയുന്ന ഈതറിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സൈസിലുള്ള അയോൺ എന്ന് പറയുന്നത് Li+ ആണ്. ലിത്തിയം പ്ലസ് അയോണിന് ഇതവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യും. അതുപോലെ തന്നെ 18 ക്രൗൺ ഈതറാണെങ്കിൽ പൊട്ടാസ്യമാണ്, കുറച്ചുകൂടെ ബിഗ്ഗർ അയോണായിട്ടുള്ള പൊട്ടാസ്യം അയോണിൻ്റെ കറക്റ്റ് സൈസും അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷനുമാണ് ഈ 18 ക്രൗൺ 6ന് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഹോസ്റ്റ് ഗസ്റ്റ് റിലേഷൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഹോസ്റ്റും ഇവിടെ ഗസ്റ്റും തമ്മിൽ, ഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനറലായിട്ടൊരു മെറ്റൽ അയോണാണ്. അപ്പോൾ ഒരു അയോൺ, അപ്പോൾ ഈ ക്രൗൺ ഈതറിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല, പക്ഷേ പോസിറ്റീവ്ലി ചാർജ് മെറ്റൽ അയോൺസുമായിട്ടാണ് ഇത് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഇവിടെ ഒരു ചില അസോസിയേഷൻ, എങ്ങനെയാണ് അവിടുത്തെ അസോസിയേഷൻ വരുന്നത്, അപ്പോൾ ഇതൊക്കെ നമ്മൾ വീണ്ടും ഒന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫണ്ടമെൻ്റൽസ് മാത്രമാണ് പറയുന്നത്. ഇതിൻ്റെ അസോസിയേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് ഒരു അയോണിക് ഇൻട്രാക്ഷൻ ആകാം, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് പോസിറ്റീവ് അയോൺ ഉള്ളതുകൊണ്ട് അതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. അപ്പം ഏതെങ്കിലും രീതിയിൽ ഈ മെറ്റലിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു നെഗറ്റീവ് ചാർജ് അക്യുമുലേഷൻ ഈ സ്ട്രക്ചറിനകത്ത് വരണം. ഇപ്പോൾ ഇതിന് ഓക്സിജൻ്റെ പ്രസൻസ് കൊണ്ടാകാം അവിടെ അങ്ങനെ വരുന്നത്. ഇവിടെ ലിത്തിയം അയോണായിട്ട് നമുക്ക് ഈ ഗ്രീൻ ബോൾ എടുത്താൽ ലിത്തിയം അയോണ് ഇവിടെ കറക്റ്റായിട്ട് ഫിറ്റാവും 12 ക്രൗൺ 4 ഈതറിൽ. അതുപോലെ പൊട്ടാസ്യം അയോൺ ആണെങ്കിൽ കുറച്ചുകൂടെ ബിഗ്ഗർ അയോണാണ്, അത് ഇവിടെ കറക്റ്റായിട്ട് ഫിറ്റാവും. അപ്പോൾ ഇത്തരത്തിൽ ഹോസ്റ്റും മെറ്റൽ അയോൺസും തമ്മിലുള്ള ഒരു അസോസിയേഷനാണ് ക്രൗൺ ഈതേഴ്സിൽ കാണുന്നത്. ശരിക്കും സൂപ്രാമോളിക്കുലർ കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ, എന്താണ് സൂപ്രാമോളിക്കുലർ കെമിസ്ട്രി അല്ലെങ്കിൽ സൂപ്പർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഈ ക്രൗൺ ഈതേഴ്സിൻ്റെ
കണ്ടുപിടുത്തത്തോടെ തന്നെയാണ്. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ക്രൗൺ ഈതർ എന്നുള്ള നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ജെ ക്രാം, ജെ എം ലെൻ, ചാൾസ് ജെ പെഡേഴ്സൺ, ഈ 3 സയൻറ്റിസ്റ്റുകൾക്കുമാണ് ക്രൗൺ ഈതേഴ്സിൻ്റെ സ്റ്റഡീസിന്, അതിൻ്റെ ഡിസ്കവറി ആൻഡ് അതിൻ്റെ ക്യാരക്ടറൈസേഷന് 1987 നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി കിട്ടിയെന്ന് നമ്മൾ നേരത്തെ കേട്ടിരുന്നു. എനിവേ, ഇപ്പോൾ ഇവിടെ നമുക്കിനി അടുത്തായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ എങ്ങനെയാണ് അസോസിയേഷൻ. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ സൂപ്പർ മോളിക്യൂൾസ് ആർ മോളിക്യൂൾസ് വിച്ച് ആർ ഫോംഡ് ബൈ നോൺ കോവാലൻറ്റ് ഇൻട്രാക്ഷൻ. സോ intermolecular attraction which is non covalent in nature, അതായത് കറക്റ്റായിട്ടൊരു കോവലൻറ്റ് ബോണ്ടിൻ്റെ അസോസിയേഷൻ അല്ല. പാർഷ്യൽ അയോണിക് ക്യാരക്ടറുള്ള മോളിക്യൂൾസ്, അത് ഡൈപോൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആകാം. ചിലപ്പം ഒരു പോസിറ്റീവ് അയോണ് ഒരു നോൺ പോളാറായിട്ടുള്ളൊരു മോളിക്യൂളുമായിട്ട്, അപ്പോൾ ഈ നോൺ പോളാർ മോളിക്യൂളിന് ഈ പോസിറ്റീവ് അയോണിൻ്റെ പ്രസൻസിൽ ഒരു ചെറിയ ചാർജ് സെപ്പറേഷനൊക്കെ വേണമെങ്കിൽ വരാം, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അപ്പോൾ വേണമെങ്കിൽ ഒരു പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു വീക്ക് അസോസിയേഷൻ ആയിരിക്കും. പിന്നെ വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ കണ്ടു, ഡൈപോൾ ഇൻട്രാക്ഷനാണ്, അത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ നോൺ കോവലൻറ്റ് ക്യാരക്ടറിലുള്ള ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് വെച്ചിട്ട് സാധാരണ മോളിക്യൂൾസിൻ്റെ അസോസിയേഷൻ, അതൊരു 2 മുതൽ 8 വരെ മോളിക്യൂൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഒരു സൂപ്പർ മോളിക്യൂൾ നമ്മൾ പറയും. പക്ഷേ അതൊരു പോളിമറിക് സ്ട്രക്ചറിലേക്ക്, അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു വെരി ലാർജ് സ്ട്രക്ചർ ഈസ് ഫോംഡ്. ദെൻ അതിനെ നമ്മൾ അതിൻ്റെ സ്റ്റഡീസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ സൂപ്രാ മോളിക്കുലാർ എന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂപ്രാ മോളിക്കുലർ എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് അപ്പോൾ ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചാൽ എന്താണ് സൂപ്പർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, മോർ ദാൻ 1 മോളിക്യൂൾ, യൂഷ്വലി 2 to 8 മോളിക്യൂൾസ് അസോസിയേറ്റ് by non-covalent intermolecular attractions. Such molecules are called supermolecules and their study is called supramolecular chemistry. Okay. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ മോളിക്യൂൾസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും സൂപ്പർ മോളിക്യൂൾസ് തമ്മിൽ, അതായത് എങ്ങനെയാണ് 2 മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്തൊരു സൂപ്പർ മോളിക്യൂൾ ഉണ്ടാകുന്നത്, അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ഉണ്ട്. അത് നോൺ കോവലൻ്റ് ആണ്, അത് കോവലൻ്റ് ക്യാരക്ടർ അല്ല എന്ന് മാത്രം. പക്ഷേ മറ്റു തരത്തിൽ അയോണിക്കും അതുപോലെ തന്നെ പൈ ഇൻട്രാക്ഷൻസ് വരാം, ഹൈഡ്രജൻ ബോണ്ടിങ് വരാം, വാൻഡർവാൾസ് ഫോഴ്സസ് വരാം. ഇങ്ങനെയുള്ള അത് നമുക്ക് മറ്റൊരു ഡിസ്കഷനുള്ള സ്കോപ്പുണ്ട്. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് എഴുതുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.